നമസ്കാരം. ബിൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. നാഷണൽ ഹൈവേയായിട്ട് ബന്ധപ്പെട്ട സേഫ്റ്റി ഓഡിറ്റിംഗുമായി ബന്ധപ്പെട്ട മീറ്റിംഗാണ് ഇപ്പോൾ നടന്നത്. നമുക്ക് അറിയാവുന്ന ഒരു 13-ാം തീയതി രാത്രിയിൽ അതിദാരുണമായ ഒരു അപകടം നടക്കുകയും വള്ളിപ്പാട് സ്വദേശി ശ്രീ രാജേഷ് തലശ്ശേരി തന്നെ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഈ രീതിയിലുള്ള പ്രവർത്തികളുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ നാളെ മേലിലും ശക്തിയുക്തമായ തീരുമാനം എടുക്കണമെന്നുള്ളൊരു ആഹ്വാനത്തോടെയാണ് മീറ്റിംഗ് ആരംഭിച്ചത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം ഈ ഗാർഡർ ഉയർത്തിയ സമയത്ത് അതിനിടയിൽ കൂടെ ട്രാഫിക് പോകുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് മേലിലും അത് ആവർത്തിക്കാൻ പാടില്ല എന്നുള്ള കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം നിലവിൽ നമുക്ക് അഡീഷണൽ പോലീസ് 25 നമ്പേഴ്സ് പോലീസ് ഡ്യൂട്ടി കിട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 86ഓളം മാർഷൽസ് അതും ട്രാഫിക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി അവിടെ ചെയ്തിട്ടുണ്ട്. കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഏതെങ്കിലും സ്പാനിൽ വർക്ക് നടക്കുന്ന സമയത്ത് നിർബന്ധമായിട്ട് അവിടെ ഡൈവേർഷൻസ് എഫക്റ്റീവ് ആയിരിക്കുന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നമ്മുടെ പ്രോജക്ട് ഡയറക്ടർ ഉൾപ്പെടെ 3 കൺസ്ട്രക്ഷൻ കമ്മിറ്റിയുടെ ആൾക്കാരാണ് ഇപ്പോൾ പങ്കെടുത്തിരുന്നത്. ഈ നമ്മളൊരു പ്രത്യേക നിർദ്ദേശം നൽകിയിരിക്കുന്നത് 25 പോലീസുകാരെ ഡ്യൂട്ടി കിട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 84ഓളം വാർഡന്മാരുമുണ്ട്. നൈറ്റിൽ ഇതിൻ്റെ പകുതി 42 പേരുടെ ഡ്യൂട്ടി കിട്ടാനാണ് നിർദ്ദേശം നൽകിയത്. ഈ പോലീസിനായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയം പറഞ്ഞത് ഈ വർക്കിൻ്റെ ഒരു ഷെഡ്യൂൾ, ഒരാഴ്ചത്തെ ഷെഡ്യൂൾ കൃത്യമായിട്ട് നൽകണം. എന്തൊക്കെയാണ് വർക്ക് നടക്കുന്നത്, അതിൽ ഏതൊക്കെ സമയത്താണ് ഈ ട്രാഫിക് ഡൈവേർഷൻ ആവശ്യമുള്ളത്, എവിടേക്കാണ് ഏതൊക്കെ സ്പോട്ടിലാണ് വർക്ക് ചെയ്യുന്നത്, വ്യക്തത ഉണ്ടാക്കി എല്ലാ ആഴ്ചയും പോലീസിന് കൈമാറുന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നമ്മുടെ ഈ വർക്കുകൾ, ഓവർഹെഡ് വർക്കുകൾ നടക്കുന്ന സമയത്ത് യഥാവിധം ആ സ്പോട്ട് പലതിനും അവർ ആശങ്ക പറയുന്നത് എത്ര നമ്മൾ ഡൈവേർഷൻസിൽ പ്രേരിപ്പിച്ചാലും ഈ വണ്ടികളൊക്കെ തന്നെ യഥാവിധം കയറി വരുന്ന സാഹചര്യമാണ്. അവിടെ അത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ആ ബാരിക്കേഡ് വെച്ച് പ്രിവെൻറ്റ് ചെയ്ത് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നമ്മുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നാഷണൽ ഹൈവേയുടെ സേഫ്റ്റി ഓഡിറ്റ് ടീം, നമ്മുടെ റൈറ്റ്സിൻ്റെ ടീം നാളെ സേഫ്റ്റി ഓഡിറ്റ് നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ 2 എക്സ്പെർട്ട് മെമ്പേഴ്സ്, നമ്മുടെ ശ്രീ AK ശ്രീവാസ്തവ, അശോക് കുമാർ മാത്തൂർ, 2 പേരും സൈറ്റ് വിസിറ്റ് ചെയ്യുന്നു. അവരെയും നിർദ്ദേശങ്ങൾ നമ്മൾ സ്വീകരിക്കുന്നതാണ്. നമ്മുടെ അതോടൊപ്പം തന്നെ ഈ ഡൈവേർഷൻസ് എഫക്റ്റീവ് ആക്കാൻ ഒരു മുഖ്യ തടസ്സമായിട്ട് നിൽക്കുന്നത് പല റോഡുകളുടെയും മെയിൻ്റനൻസുകൾ ഏതാവതും നടന്നിട്ടില്ല, ഈ ഡൈവേർഷൻ റോഡുകളുടെ. അപ്പോൾ ഈ ഡൈവേർഷൻ റോഡിൻ്റെ കേസിൽ നമുക്ക് തുറവൂർ മുതൽ നാലുകുളങ്ങര ടെമ്പിൾ വരെയുള്ള ഭാഗത്ത്, അപ്പോൾ അവിടെ കൂടെ നമുക്ക് അറിയാം ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നമുക്ക് ഈ റെയിൽവേ ക്രോസ് ഉണ്ടായതുകൊണ്ടാണ് എഫക്റ്റീവായിട്ട് ട്രാഫിക് ഡൈവേർഷൻ ആലപ്പുഴ വന്ന് അങ്ങോട്ടുള്ള എറണാകുളത്തേക്കുള്ള വഴി ക്ലിയർ ചെയ്യാൻ ഒരു വഴി വിലങ്ങായിട്ട് നിൽക്കുന്നത്. അത് നമുക്ക് ഈ നാലുകുളങ്ങര ടെമ്പിൾ വഴിയുള്ള ട്രാഫിക് ഡൈവേർഷൻ എഫക്റ്റീവ് ആക്കാനും അവിടെ നമ്മുടെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു. അത് നൈറ്റ് സമയത്ത് അവിടെ ഡൈവേർഷൻ എഫക്റ്റീവ് ആവുന്നതിനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ ഈ നാഷണൽ ഹൈവേയുടെ വേറൊരു ഒരു പോരായ്മ സൂചിപ്പിച്ചത് പല ഭാഗങ്ങളിലും എൻക്രോച്ച്മെൻറ്റ്സ് ഇതിനകം നടക്കുന്നുണ്ട്. ഏകദേശം 19ഓളം പോയിന്റുകളിൽ എൻക്രോച്ച്മെൻറ്റ്സ് പറഞ്ഞിരുന്നു. അപ്പോൾ ആ പോയിന്റുകളൊക്കെ തന്നെ നമ്മൾ എൻക്രോച്ച്മെൻറ്റ് വിമുക്തമാക്കാനായിട്ട് നമ്മുടെ 2 സർവേ ടീമിനെ ഉൾപ്പെടെ നാഷണൽ ഹൈവേയുടെ ഡെപ്യൂട്ടി കളക്ടർ ഉൾപ്പെടെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും വരും ദിവസങ്ങളിലും നമുക്ക് ഏകദേശം ഇനി പണികൾ അവശേഷിക്കുന്നത് മൊത്തം 379 ബേക്കകത്ത് 313 ബേയുടെയും വർക്കുകൾ പൂർത്തീകരിച്ചു. ബാക്കി ഇനി ഒരു 66 ബേയാണ് നിൽക്കുന്നത്. 168 ബീമുകളും ലോഞ്ച് ചെയ്തിട്ടിരിക്കുന്നു. അപ്പോൾ ഈ വർക്ക് നടക്കുന്ന സമയത്തൊത്തും കൃത്യമായിട്ട് നമ്മൾ സേഫ്റ്റി ഓഡിറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. വളരെ കൃത്യതയുണ്ട്. നമ്മൾ ഡിസംബർ മാസത്തോടെ ഏകദേശം വർക്ക് തീർക്കാം. ലോഞ്ചിങ് മൊത്തം ഡിസംബർ മാസം കൊണ്ട് തീർക്കും. ബാക്കി നമ്മുടെ മേളത്തെ സ്ലാബ് കോൺക്രീറ്റും കാര്യങ്ങളും മാത്രമേ ആവശ്യമുള്ളൂ. അത് ജനുവരി മാസം തീർക്കാവുന്നതാണ് അവർ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇതിൻ്റെ 166 ബീമുകളാണ് നമുക്ക് ലോഞ്ച് ചെയ്യാനുള്ളത്. അത് ഈ ഒരു ഡിസംബർ 45 ദിവസം കംപ്ലീറ്റ് ലോഞ്ചിങ് കഴിയും. അപ്പോൾ ഈ ലോഞ്ചിങ് സമയത്തും അതോടൊപ്പം തന്നെ ഗവൺമെൻറ് വർക്ക് നടക്കുന്ന സമയത്തും മറ്റ് സമയത്തൊക്കെ തന്നെ കൃത്യമായിട്ടുള്ള ഒരു രൂപരേഖ പോലീസ് ഉൾപ്പെടെ ടീമിൻ്റെ അവിടെ ഉണ്ടാകുവാനും ട്രാഫിക് ഉൾപ്പെടെ കാര്യങ്ങൾ ക്രമീകരിക്കാനുള്ള സ്ഥലങ്ങളാണ് ചെയ്തിരിക്കുന്നത്.